ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു KTU അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു സബ്ജക്റ്റിന് LP ഗ്രേഡ് അപ്ലൈ ചെയ്യുന്നത് എന്ന് കണ്ടു നോക്കാം. സൈറ്റിൽ ഇത് ഇന്ന് മുതൽ പ്രവർത്തിച്ച് തുടങ്ങുമെന്നാണ് യൂണിവേഴ്സിറ്റി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കാം. സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന റിസൾട്ട് ടാബ് ക്ലിക്ക് ആക്കിയാൽ LP റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പേജ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ചെക്ക് ലോ പാസ് ഗ്രേഡ് എലിജിബിൾ ബട്ടൺ ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ LPക്ക് എലിജിബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി എങ്ങനെയാണ് LP ഗ്രേഡിന് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ നമുക്ക് സെമിസ്റ്റർ, കോഴ്സ്, എക്സാം അറ്റംപ്റ്റ് ആക്കിയ ടൈം പീരിയഡ്, റിസൾട്ട് പബ്ലിഷ് ആക്കിയ ഡേറ്റ് എല്ലാം കാണാൻ കഴിയും. ഇവിടെ LP ഗ്രേഡ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ലാസ്റ്റ് ഡേറ്റും കാണാൻ കഴിയും. ഇവിടെ ലെഫ്റ്റ് ടോപ്പ് സൈഡ് കോർണറിൽ നമുക്ക് 2 ബോക്സ് കാണാൻ കഴിയും. മാക്സിമം ഉദ്ദേശിക്കുന്നത് എത്ര സബ്ജക്റ്റിന് വരെ നമുക്ക് LP ഗ്രേഡ് അപ്ലൈ ചെയ്യാം എന്നാണ്. അത് നമുക്കറിയാം, 10 സബ്ജക്റ്റ് വരെയാണ് നമുക്ക് LP ഗ്രേഡിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അവൈൽഡ് ബോക്സ് ഉദ്ദേശിക്കുന്നത് എത്ര സബ്ജക്റ്റിന് നമ്മൾ LP അപ്ലൈ ആക്കി എന്നാണ് ഇവിടുത്തെ ഒരു കണക്ക് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഒരു സബ്ജക്റ്റ് സെലക്ട് ആക്കി കഴിഞ്ഞാൽ സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു പോയാൽ ഇതേപോലെ ഡേറ്റ് എക്സ്പയർഡ് എന്ന് കാണിക്കും. ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ റീവാലുവേഷൻ റിസൾട്ട് പ്രോസസ്സിംഗ് പെൻഡിങ് എന്നും, സപ്ലി എഴുതിയ പേപ്പറിൻ്റെ റിസൾട്ട് വരാനാണെങ്കിൽ റിക്വസ്റ്റ് പ്രോസസ്സിംഗ് പെൻഡിങ് എന്നും നമുക്ക് കാണാൻ കഴിയും. അതാ ഈ വിഷയത്തിന് LP ഗ്രേഡ് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയുന്നത്. മിനിമം ഒരു സബ്ജക്റ്റ് എങ്കിലും സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൺഫർമേഷനിലേക്ക് കടക്കാൻ കഴിയും. നമുക്ക് ഒന്നിൽ കൂടുതലും ചെയ്യാൻ കഴിയും. അഥവാ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കൺഫർമേഷൻ വരുന്നതാണ്. അതിൽ 2ലും യെസ് ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ റിക്വസ്റ്റ് സേവ് ആവുന്നതാണ്. എന്നിട്ട് മുകളിലെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ LP റിക്വസ്റ്റ് പേജിലേക്ക് അതിന് നമ്മളെ റീഡയറക്റ്റ് ആക്കി വിടും. ഇതേപോലെ നമുക്ക് റിക്വസ്റ്റ് സേവ്ഡ് ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റസ് ഇതേപോലെ സേവ്ഡ് ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. സോ ഇങ്ങനെയാണ് LP ഗ്രേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്.